പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഓവർ തിങ്കിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കേരള സ്റ്റോറി പോലെ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ മാത്രമാണ് ഞെട്ടാത്തത്, അയ്യേ ഇതെന്തൊരു സിനിമ എന്ന് പറഞ്ഞത്. നോർത്ത് മുഴുവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിനെ ഒരു മത തീവ്രവാദികളുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മുദ്രകുത്താൻ. നാളെ മലപ്പുറത്തിനെ ഒരു കാശ്മീരായി മുദ്രകുത്തി അവിടെ പ്രസിഡന്റ് ഭരണം വന്നാൽ ഇന്ത്യയിലെ മറ്റാരും, ഒരുപക്ഷെ തമിഴ്നാട് നമ്മളല്ലാതെ മറ്റാരും ചോദിക്കില്ല. ആ അവസ്ഥയിലേക്കാണ് ഇവർ നെറേറ്റീവ് ഉണ്ടാക്കുന്നത്. 10-15 വർഷത്തിന് ശേഷമുള്ള അജണ്ട ഇപ്പോഴേ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവര്. അതിനെ നമ്മൾ മുൻകൂട്ടി കാണുക തന്നെ വേണം. ഡോട്ട്സ് ഒരുമിച്ചാക്കി വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഈ നെറേറ്റീവുകൾ. ഏത് ഗ്രൂപ്പിലേക്ക് ആര് നുഴഞ്ഞുകയറ്റം നടത്തിയാലും. നോക്കൂ, BJP അയിത്തം കൽപ്പിക്കുകയാണെന്ന് നിങ്ങൾ ഇനി പറയരുത്. കേരള സമൂഹം 3 MLA-മാരെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയിത്തമൊന്നുമില്ല, തീർച്ചയായിട്ടും അയിത്തമില്ല. കേരളം അംഗീകരിച്ച ജനാധിപത്യ മര്യാദയുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഒരു അജണ്ട നടപ്പിലാക്കാൻ നോക്കില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളുമല്ല. കാരണം ഹിന്ദി സിനിമ തന്നെ നമുക്കെടുക്കാം. ഹിന്ദി സിനിമ നമ്മൾ നോക്കൂ, എന്തുമാത്രം സാഫ്രഡൈസേഷനാണ് വന്നിട്ടുള്ളത്. കാശ്മീരി ഫയൽസ് എന്നൊരു സിനിമ, ആ സിനിമയ്ക്കകത്ത് ഒരു ഒറ്റ കഥാപാത്രം പോലും ഒരു മുസൽമാനെ നീതീകരിച്ചുകൊണ്ടില്ല. അതിന് പിറ്റേ ദിവസം പ്രധാനമന്ത്രി തന്നെ അവരെ അംഗീകരിക്കുകയും അവർക്ക് ടാക്സ് എക്സെപ്ഷൻ കൊടുക്കുകയും ചെയ്തൊരു നാടാണിത്. ബി സതീശനും പാർവതിയും SFI പ്രവർത്തകരായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പാർവതി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. തിരുവനന്തപുരത്തെ വുമൻസ് കോളേജിൽ 1ാം വർഷം SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. വൈസ് ചെയർപേഴ്സൺ ആയിട്ട് അവർ വിജയിച്ചു. അടുത്ത വർഷം ചെയർപേഴ്സൺ ആവുകയും ചെയ്തു. സതീശനപ്പോ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ബന്ധങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുത്തുയർത്തത്. സിഡിറ്റിലെ ജോലി സതീശനും മാധ്യമപ്രവർത്തനവും വക്കീലായും പാർവതിയും. 2006 മുതൽ ഇരുവരും പല കമ്പനികളിലും PR കൺസൾട്ടന്റായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇവരുടെ മകൻ അനന്തകൃഷ്ണൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സീമ വിനോദിന് രാത്രി 12 മണിക്ക് മെസ്സേജില് തന്റെ പ്രൈവറ്റ് പാർട്ട് പരിശോധിക്കൂ എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തപ്പോ അത് കൺസെന്റ് ചോദിച്ചതല്ലേ, ആക്രമിച്ചതൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ മുതലാണിത്. അതുമാത്രമല്ലല്ലോ, പാർവതി തിരവത്ത് ഇടത് സർക്കാരിനെതിരെ കത്തെഴുതിയപ്പോ ആദ്യം ആക്രമിക്കാൻ വന്നതും ഈ പറയുന്ന മുതൽ തന്നെയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് യാതൊരു ഇന്റഗ്രിറ്റിയും ഇല്ലാത്ത ഒരു പെണ്ണുപിള്ളയാണ് ഇത് എന്ന് അവരുടെ കൂട്ടാളികൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവര് ഇവരെ പരസ്യമായിട്ട് പരിഹസിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. കഴിഞ്ഞ കൊല്ലം വരെ ഇവര് ശ്വേതാ മേനോന്റെ പ്രൊമോട്ടർ ആയിരുന്നു കേട്ടോ, അത് ഓർക്കണം. എന്നാൽ ഇപ്പൊ ഇവര് ശ്വേതയ്ക്കെതിരെയുള്ള കമ്പയിൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വേത ഒരു PR കമ്പനിയെ വെച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ നേരിടുന്നത് എന്ന വാദം ആരാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഇപ്പൊ ക്ലിയർ ആയില്ലേ. 2 കോടി രൂപ കൊടുത്ത് BJP ശ്വേതാ മേനോനെ കൊണ്ട് ഒപ്പിച്ചെടുത്ത സ്ഥാനാർത്ഥി ഏതാണ് എന്നറിയാൻ നിയമസഭാ ഇലക്ഷന് വോട്ട് ചെയ്ത് 3 മാസം തികയ്ക്കാത്ത മലയാളിക്ക് ഒരു കൗതുകമൊക്കെ ഉണ്ട്. പിന്നെ 15 കോടി രൂപ അദാനി ഗ്രൂപ്പ് നിങ്ങളുടെ അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് CSR ഫണ്ട് കൊടുക്കുന്നതില് BJPയുടെ പേര് എന്തിനു വലിച്ചിട്ടു എന്ന് കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. നരേന്ദ്രപ്രസാദും ഭരത് ഗോപിയും സുകുമാരനും ശിവജിയും മാടമ്പ് കുഞ്ഞുകുട്ടനും BR പ്രസാദും S രമേശൻ നായരും എല്ലാവരും BJPക്കാരായിരുന്നു. ഈ സിനിമാ പ്രവർത്തകരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞില്ല. 1994 BJPയുടെ നേതാവായിട്ടുള്ള സുരേഷ് ഗോപി കൊടുത്ത 25,000 രൂപയുടെ മൂലധനത്തിൽ തന്നെയാണ് ഈ പറയുന്ന സംഘടന തന്നെ തുടങ്ങിയത്. നിങ്ങളുടെ സംഘടനയിലെ 1ാമത്തെ മെമ്പർഷിപ്പ് അത് കീറിക്കൊടുത്ത ആളാണ് ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നത്. ആ പറയുന്ന സംഘടനയിൽ ഭൂരിഭാഗം ആളുകളും BJPക്കാർ തന്നെയാണ്. അതുകൊണ്ട് സഖാവ് പാർവതിയക്ക, മാലാ പാർവതി, നിങ്ങളുടെ ഈ നാറ്റ കേസിന്റെ പേരില് BJPനെ ചുമ്മാ വലിച്ചഴക്കരുത്. അത് പിന്നെ താടി തപ്പേണ്ടി വരും, ആകെ നാണം കെടും. അത്ര തന്നെ.